കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കുന്നതിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധി എംപിയുമായും കൂടിക്കാഴ്ച നടത്തി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. ഹൈക്കമാൻഡുമായും ഡി.കെ. ശിവകുമാർ കൂടിക്കാഴ്ച നടത്തി. വിനീത ബി.ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിനീത, തർക്കങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയ്ക്ക് കാര്യമായ പ്രസക്തി ഉണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജിജി സൂചിപ്പിച്ചതുപോലെ ഈ 2 ദിവസത്തെ പരിപാടികൾക്ക് വേണ്ടിയാണ് ഡി.കെ. ശിവകുമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ചില യോഗങ്ങളിലും മറ്റും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുമായും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമായും ഡി.കെ. ശിവകുമാർ കൂടിക്കാഴ്ച നടത്തിയത്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില നിർണായക വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചർച്ച ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തിരിച്ച് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും സമാനമായി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരു നീക്കം ഡി.കെ. ശിവകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അന്ന് ഡൽഹിയിലേക്ക് എത്തുകയും പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം അദ്ദേഹത്തിന് ലഭിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ വീണ്ടും അദ്ദേഹം ഡൽഹിയിൽ എത്തിയപ്പോൾ ഹൈക്കമാൻഡുമായി അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ 2 ദിവസത്തെ സന്ദർശനവും ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായാണ് ഡി.കെ. ശിവകുമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ശേഷം അദ്ദേഹം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. ചില നിർണായകപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായ എന്നാണ് അറിയാൻ കഴിയുന്നത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില തർക്കങ്ങളും വാദങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ 80 MLA-മാരുടെ ഒരു പിന്തുണയാണ് തനിക്ക് ഉണ്ടായിരുന്നത്, ഡി.കെ. ശിവകുമാറിന് ഉള്ളതെന്ന ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ തന്നെ ഡി.കെ. ശിവകുമാർ പറയുന്നത് 136 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് ഡി.കെ. ശിവകുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ശരി, വിനീത ബി.ജി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.